നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലായി മാറാനൊരുങ്ങി കണ്ണൂർ സെൻട്രൽ ജയിൽ. കാർബൺ അളവ് കണക്കാക്കുന്ന പരിശീലന പദ്ധതിക്ക് സെൻട്രൽ ജയിലിൽ തുടക്കമായി. നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി.എൻ. സീമ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നെറ്റ് സീറോ കാർബൺ ജയിലായി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്നതിനുള്ള പരിശീലന പദ്ധതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആരംഭിച്ചതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സെൻട്രൽ ജയിലായി കണ്ണൂർ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിശീലന പരിപാടി നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി.എൻ. സീമ ഉദ്ഘാടനം ചെയ്തു. മാതൃകാ ചുവടുവയ്പ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ നടത്തിയിട്ടുള്ളതെന്ന് ഡോക്ടർ ടി.എൻ. സീമ പറഞ്ഞു. വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഒരു കരുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് ഉദ്യോഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ഭൂമിയാണുള്ളതെങ്കിൽ, അവർക്ക് വേണ്ട വെള്ളം കിട്ടില്ല എങ്കിൽ, അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൃഷി നശിച്ചു പോകുമെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ എന്ത് കരുതി വെച്ചിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വളരെ ഗൗരവമുള്ളൊരു തിരിച്ചറിവിൽ നിന്നാണ് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന പ്രവർത്തനത്തിലേക്ക് നാം വരുന്നത്. അതുകൊണ്ടാണ് ഈ ഹരിത സ്പർശം എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് ഹരിത കേരള മിഷൻ, സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹരിത കേരള മിഷൻ ഇത്രയും പ്രാധാന്യം നൽകുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജയിലിന് നൽകിയ 1000 കുറ്റിമുല്ല തൈകളും 400 മൺചട്ടികളും ഡോക്ടർ ടി.എൻ. സീമ ഏറ്റുവാങ്ങി. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ. വേണു അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സൂപ്രണ്ട് ടി.ജെ. പ്രവീഷ്, വെൽഫെയർ ഓഫീസർ രാജേഷ്, സെൻട്രൽ പ്രിസൺ ഹരിത സ്പർശം കോർഡിനേറ്റർ എ.കെ. ഷിനോജ്, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ.കെ. സോമശേഖരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ.എം. സുനിൽകുമാർ, കതിരൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, KJEOA സംസ്ഥാന സെക്രട്ടറി പി.ടി. സന്തോഷ്, മേഖലാ സെക്രട്ടറി കെ.കെ. ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.